ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് വചനവേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24 തുടങ്ങിയുള്ള തിരുവചനങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവനെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, സ്വന്തം ജീവനെ നഷ്ടപ്പെടുന്നവൻ അത് സ്വർഗരാജ്യത്തിന് വേണ്ടി കണ്ടെത്തും. ഈ തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് സ്വന്തം കുരിശുമെടുത്ത് കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും, സ്വന്തം ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി, സ്വന്തം നേട്ടത്തിന് വേണ്ടി ഈ ലോകത്ത് എന്തൊക്കെ സ്വരുക്കൂട്ടിയാലും അന്ത്യദിനത്തിൽ, അന്ത്യസമയത്ത് ഇതൊന്നും നമുക്ക് കൂട്ടായി വരികയില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു. നമ്മളൊക്കെ ഈ ലോകത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് പെടാപ്പാടുപെടുന്നവരാണ്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് മുതൽ വൈകിട്ട് കിടക്കുന്നത് വരെ നിരന്തരം നമ്മൾ ഓട്ടമാണ്. നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട്, സമ്പാദിക്കുവാനായിട്ട്, ഈ ലോകത്തിൽ സുഭിക്ഷമായിട്ട് ജീവിക്കുവാൻ വേണ്ടി ഒരു പരിധിവരെ ആവശ്യമാണ്. എങ്കിലും ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്വന്തം കുരിശുമെടുത്ത്. നമ്മളൊക്കെ പലപ്പോഴും ശ്രമിക്കുന്നത് സ്വന്തം കുരിശുകൾ എങ്ങനെയെങ്കിലും കുറയ്ക്കുവാനാണ്. ഇവിടെ കർത്താവ് കാണിക്കുന്ന ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രാധാന്യമാണ്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് കുരിശും വഹിച്ചുകൊണ്ട് നാഥനെ പിൻചൊല്ലുന്ന ഒരു ജീവിതമാണ്. ലോകത്തിലായിരിക്കുന്നതോളം കാലം നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട്, ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്, നമ്മളാൽ കഴിയുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് സ്വർഗോന്മുഖരായി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ക്രൈസ്തവൻ്റെ ജീവിതം അങ്ങനെ ആയിരിക്കണം എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വചനം ചോദിക്കുന്നത്, സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് ഈ ലോകം മുഴുവൻ നേടിയാലും നീ എന്താണ് നേടുന്നതെന്ന് വചനം ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം പലവട്ടം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. സ്വന്തം ആത്മാവിന് പകരമായി നീ എന്തു കൊടുക്കും? സ്വന്തം ആത്മാവിനെ നേടുന്നതിന് വേണ്ടി, സ്വർഗത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള അധ്വാനമാണോ ഞാൻ നടത്തുന്നത്? അതോ ഈ ലോകത്തിലെ ജീവിതം, ഈ ലോക ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുവാനായിട്ടുള്ള മാരത്തോൺ ഓട്ടത്തിലാണോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ ആ ജീവിതശൈലി മാറ്റിമറിക്കുവാൻ, മാറ്റി എഴുതുവാനായിട്ട് തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ സർവസ്വവുമായ സ്വത്ത്, സമ്പാദ്യം നമ്മുടെ കർത്താവ് തന്നെയാണ്. ആ കർത്താവിനെ തേടാതെ ഭൗതിക സമ്പത്തിന് വേണ്ടി, ഭൗതിക സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ മാറ്റി നിർത്തുമ്പോൾ തീർച്ചയായിട്ടും, കർത്താവിൻ്റെ കുരിശിനെ മാറ്റി നിർത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ ഒരു കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വളരെ സങ്കടകരമായൊരവസ്ഥ. അപ്പോൾ ജയിലർ കുറ്റവാളിയോട് ചോദിച്ചു, നീ ഏതാനും ദിവസങ്ങൾക്കകം വധിക്കപ്പെടും, അല്ലെങ്കിൽ കഴിവിലേറ്റപ്പെടും, അതിനു മുമ്പ് നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ഒരാഗ്രഹമുണ്ട്. എനിക്ക് ഒരു 3-4 സുഹൃത്തുക്കളുണ്ട്. എനിക്ക് അവസാനമായിട്ട് അവരെയൊക്കെ ഒന്ന് പോയി കാണുവാനായിട്ട് എനിക്ക് അനുവാദം തരണം. ആ വ്യക്തിയുടെ അന്ത്യ അഭിലാഷം എന്ന നിലയിൽ ആ വ്യക്തിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ ജയിലർ തീരുമാനിച്ചു. അങ്ങനെ ആ തടവുകാരൻ തൻ്റെ സുഹൃത്തുക്കളെ തേടി പോവുകയാണ്. അദ്ദേഹം ആദ്യ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നു, കതകിൽ മുട്ടി, കതക് തുറന്നു, സുഹൃത്തിനെ കണ്ടു. തൻ്റെ അവസ്ഥകളൊക്കെ ആ തടവുകാരൻ പറഞ്ഞു. അപ്പോൾ ആ കതക് തുറന്നു വന്ന ആ കൂട്ടുകാരൻ ചോദിച്ചു, അതിന് ഞാൻ എന്തു വേണം?
താൻ വധിക്കപ്പെടാൻ പോവുകയാണ്, വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്, നിങ്ങളെയൊക്കെ ഒന്ന് കാണുവാൻ വന്നതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ ഒരു തണുപ്പൻ സ്വീകരണമാണ് അവിടെ നിന്ന് ലഭിച്ചത്. അതിന് ഞാൻ എന്തു വേണം? പെട്ടെന്ന് അയാൾ കതക് കൊട്ടിയടച്ച് അയാൾ അകത്തേക്ക് പോയി. ഏറെ സങ്കടത്തോടെ ആ തടവുകാരൻ എൻ്റെ രണ്ടാമത്തെ സുഹൃത്തിനെ തേടി പോവുകയാണ്. ആ രണ്ടാമത്തെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്ന് മുട്ടി വിളിച്ചു. ആ സുഹൃത്ത് വന്ന് വാതിൽ തുറന്നു. ആ തടവുകാരൻ തൻ്റെ ദയനീയ സ്ഥിതി തൻ്റെ കൂട്ടുകാരനെ അറിയിച്ചു. പക്ഷേ അയാൾ പറഞ്ഞു, ഈ ലോകത്തിലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരൻ്റെ ആ അവസ്ഥ അറിഞ്ഞ് ആ സുഹൃത്ത് പൊട്ടിക്കരഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. കാരണം ഇത് നിയമമാണ്, വധിക്കപ്പെടാൻ പോകുന്നു, ഒരു രീതിയിലും നിന്നെ സഹായിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. വിഷമത്തോടെ അയാളും ആ കതക് അയാളുടെ മുമ്പിൽ കൊട്ടിയടച്ചു. ആ തടവുകാരൻ വീണ്ടും തൻ്റെ മൂന്നാമത്തെ സുഹൃത്തിനെ തേടി പോവുകയാണ്. അയാളുടെ വീട്ടിൽ ചെന്ന് കതകിൽ മുട്ടിമുളിച്ചു. ആ സുഹൃത്ത് വന്ന് വാതിൽ തുറന്നു. ഈ തടവുകാരൻ തന്നെ ദയനീയ സ്ഥിതിയൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ ലോകത്തിലായിരുന്നുവെങ്കിൽ, മരണത്തിനിപ്പുറമായിരുന്നുവെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതി എനിക്ക് നിന്നെ സഹായിക്കുവാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മരണത്തിനപ്പുറം നിന്നെ എനിക്ക് ഒരു രീതിയിലും സഹായിക്കുവാനായിട്ട് പറ്റുകയില്ല. ദയവായി നീ മടങ്ങിപ്പോവുക. കാര്യം നീ എൻ്റെ സുഹൃത്തൊക്കെയാണ്. പക്ഷേ ഈ രീതിയിൽ, ഈ അവസ്ഥയിൽ എനിക്ക് നിന്നെ സഹായിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എനിക്ക് അതിനുള്ള സാധ്യതകളൊന്നുമില്ല. ആ തടവുകാരൻ ഒരു തീരുമാനമെടുത്തു. 3 പേരുടെ അടുത്ത് ചെന്നപ്പോഴും ഇതേ അനുഭവമാണ്. ഇനി 4-മനെ കാണാൻ പോയിട്ട് കാര്യമില്ല, വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല, ജയിലിലേക്ക് തന്നെ തിരിച്ചു പോയേക്കാം എന്ന് കരുതി അയാൾ തിരിച്ചു നടക്കുമ്പോൾ ഇടവഴിയിൽ വെച്ച് അയാൾ അപ്രതീക്ഷിതമായിട്ട് തന്നെ 4-മത്തെ സുഹൃത്തിനെ കണ്ടുമുട്ടി. ആ സുഹൃത്തിനോട് തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സുഹൃത്തും ഈ തടവുകാരൻ്റെ ദയനീയാവസ്ഥയിൽ പൊട്ടിക്കരഞ്ഞു. അയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സ്ഥിതിയിൽ എനിക്ക് നിന്നെ സഹായിക്കുവാൻ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ നിന്നെ സഹായിക്കും. ഈ മരണത്തിനിപ്പുറവും മരണത്തിനപ്പുറവും എനിക്ക് നിന്നെ സഹായിക്കുവാൻ പറ്റും. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നിനക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും. നീ ആശ്വാസത്തോടെ പോയിക്കൊള്ളുക. തീർച്ചയായിട്ടും മരണവേളയിലും നിനക്ക് ഉറപ്പായി വിശ്വസിക്കാം, നീ ഒറ്റയ്ക്കല്ല. നിന്നെ സ്നേഹിക്കുന്ന, നിന്നോട് പരിതപിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിനക്ക് ഈ ഭൂമിയിലുണ്ട് എന്ന് നിനക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. ആ സുഹൃത്തിൻ്റെ നല്ല വാക്കുകൾ കേട്ട് അയാൾ തിരിച്ചുപോയി. ഈ കഥയിൽ നമ്മൾ കാണുന്ന ഈ 3-4 സുഹൃത്തുക്കൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ കഥ ഒരു പ്രതീകമാണ്. ഇതിനകത്ത് കാണുന്ന ഈ സുഹൃത്തുക്കളെല്ലാം, ഈ മനുഷ്യർ ഓരോ പ്രതീകങ്ങളാണ്. ഒന്നാമത്തെ സുഹൃത്ത് നമ്മൾ ഈ ലോകത്തിൽ സമ്പാദിച്ചു കൂട്ടിയ സ്ഥാനമാനങ്ങളും ഡിഗ്രികളും നേട്ടങ്ങളും പണങ്ങളും എല്ലാമാണ്. ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ ഈ ജീവിതത്തിൽ എല്ലാ രീതിയിലും സമ്പാദിച്ചു കൂട്ടി ആഘോഷിക്കുന്നതിന് വേണ്ടി നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്ന പണം, നേടിയെടുക്കുന്ന ഡിഗ്രികൾ, മറ്റു പദവികളൊക്കെയാണ്. ഈ സംഗതികളൊന്നും അന്ത്യസമയത്ത് നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് വരികയില്ല എന്ന് ഈ ഒന്നാമത്തെ കൂട്ടുകാരൻ വ്യക്തമായിട്ട് പറയുകയാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒത്തിരി മാന്യത ഉണ്ടാകാം, ഈ ലോകത്തിൽ നിങ്ങൾ വളരെ പ്രശസ്തരായിരിക്കാം. പക്ഷേ അത്യാവശ്യ സമയത്ത്, ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങളെ സഹായിക്കുവാനായിട്ട് എത്തുകയില്ല. ദൈവോന്മുഖരായിട്ട് ജീവിക്കാതെ ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം, സമ്പാദിക്കുവാൻ വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെടുന്നവരോട് ഈ വ്യക്തി പറയുകയാണ്, ഈ പ്രതീകം നമ്മളെ ഓർപ്പിക്കുകയാണ്, ഇതൊന്നും നിങ്ങളെ ആത്യന്തികമായി നിത്യരക്ഷയിലേക്ക് നയിക്കുകയില്ല. വിവേകത്തോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ, ചിന്തയോടെ പ്രവർത്തിച്ചില്ല എങ്കിൽ ഇതൊക്കെ നിങ്ങളെ അപകടത്തിലേക്ക് നയിക്കും. അന്ത്യ ദിവസം അല്ലെങ്കിൽ അവസാന നിമിഷം നമ്മൾ തിരിച്ചറിയും, ഇതെല്ലാം നമുക്ക് അന്യമാണ് എന്ന് മനസ്സിലാവും. രണ്ടാമത്തെ സുഹൃത്ത് നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെയാണ്. നമ്മളെ ഏറെ സ്നേഹിക്കുന്നവരും നടിക്കുന്നവരും ഒക്കെയാണ് ഈ രണ്ടാമത്തെ സുഹൃത്തുക്കളുടെ പ്രതീകമായിട്ട് വരുന്നത്. അവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ചിലപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ജീവിച്ചവരായിരിക്കാം, നമ്മൾ അവർക്ക് വേണ്ടി അധ്വാനിച്ചവരായിരിക്കാം, അവർക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുത്തവരായിരിക്കാം. പക്ഷേ മരണത്തിനപ്പുറം നമ്മളെ സഹായിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ മരണത്തിൻ്റെ പിടിയിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല.
അകലെ മാറി നിന്ന് കണ്ണീരൊഴുക്കുവാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നേരിട്ട് ഇടപെടുവാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. അതാണ് രണ്ടാമത്തെ സുഹൃത്ത്. അതുകൊണ്ടാണ് ആ രണ്ടാമത്തെ സുഹൃത്ത് ആ കതക് തുറന്നപ്പോൾ ഇയാളെ കണ്ട് പൊട്ടിക്കരഞ്ഞത്. അതുമാത്രമേ സാധിക്കുകയുള്ളൂ, മറ്റൊന്നും ഈ ലോകത്ത് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി മൂന്നാമത്തെ സുഹൃത്ത് താലോലിച്ച് വളർത്തിയ നമ്മുടെ ശരീരമാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തെ എത്ര ഭംഗി കൂട്ടുവാനായിട്ട് എത്രയോ മണിക്കൂറുകൾ നമ്മൾ ചിലവഴിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നു ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ. പക്ഷേ അവസാന മണിക്കൂറുകളിൽ ഇതൊന്നും നമ്മുടെ തുണയ്ക്കായിട്ട് എത്തുകയില്ല. നമ്മൾ താലോലിച്ച് വളർത്തി നമ്മുടെ ശരീരവും ഒരിക്കലും നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് പേരും പ്രശസ്തിയും അല്ലെങ്കിൽ സന്തോഷവും മറ്റുള്ളവരിൽ നിന്ന് അഭിമാനവും അഭിനന്ദനവും ഒക്കെ മേടിച്ചു തരും. പക്ഷേ അന്ത്യദിനത്തിൽ അല്ലെങ്കിൽ അവസാന മണിക്കൂറുകളിൽ ഇതിനും നമ്മളെ സഹായിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി ഈ നാലാമത്തെ സുഹൃത്ത് എന്ന് പറയുന്നത് വളരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂട്ടുപിടിക്കേണ്ട ഒരു സുഹൃത്താണ്. ഈ നാലാമത്തെ സുഹൃത്ത് നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ, അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ നല്ല പ്രവർത്തികൾ, നന്മ പ്രവർത്തികൾ, സുഹൃതങ്ങൾ, ഇതൊക്കെയാണ് ജീവിതത്തിനിപ്പുറവും ജീവിതത്തിനപ്പുറവും നമ്മളെ സഹായിക്കുവാനായിട്ട്, നമ്മളെ കൈപിടിച്ച് നടത്തുവാനായിട്ട് നമുക്ക് എന്നും കൂട്ടായിരിക്കുന്നത് നമ്മുടെ ഈ നന്മ പ്രവർത്തികളാണ്. മറ്റുള്ളവരുടെ കണ്ണീര് കാണുമ്പോൾ അവരോടൊപ്പം കരയുവാനായിട്ട്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങളിൽ വ്യക്തമായിട്ട് സഹായിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കിട്ടുന്ന അവസരങ്ങളിൽ വ്യക്തമായി നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ അതൊക്കെയാണ് ആത്യന്തികമായി നമ്മുടെ കൂടെ കൂട്ടിന് പോരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ആശ്വാസവചനമായിട്ട് എത്തുന്നത് ഇത്തരം സംഗതികളൊക്കെയാണ്. ജീവിക്കുന്നതോളം കാലം കഴിവിനൊത്ത് നന്മ ചെയ്യുവാനായിട്ട്, അതിൻ്റെ പരമാവധി നന്മ ചെയ്യുവാനായിട്ട്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, മറ്റുള്ളവർക്ക് തിന്മ നിരൂപിക്കാതെ എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ അന്ത്യദിനത്തിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് കഴിയുമ്പോൾ ഈ നന്മ പ്രവൃത്തികൾ, ഈ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു നന്മകളാണെങ്കിൽ ആ നന്മ പ്രവൃത്തികളെല്ലാം നമുക്ക് തുണയായി കൂടെ എത്തും. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ടതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കാകുന്നത്തോളം കാലം നന്മ ചെയ്യുക, എല്ലാ രീതിയിലും നന്മ ചെയ്യുക, തിന്മയ്ക്ക് കൂട്ടു നിൽക്കാതിരിക്കുക. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അലസത കൂടാതെ നന്മ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് വചനം നമ്മെ ആവർത്തിച്ച് ഓർപ്പിക്കുന്നുണ്ട്. നന്മ പ്രവൃത്തികൾക്ക് കൂട്ടു നിൽക്കുക. നമുക്കൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കാം. ദൈവം നമുക്ക് ആരോഗ്യവും ആയുസ്സും സൗന്ദര്യവും എല്ലാം തന്നിട്ടുണ്ട്. അതൊക്കെ ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുവാനായിട്ട്, നന്മ ചെയ്യുവാനായിട്ട്, സഹോദരങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ ഞാൻ എൻ്റെ തന്നെ സ്വാർത്ഥ പൂരണത്തിന് വേണ്ടി, എൻ്റെ തന്നെ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ സർവ്വസമയവും അത് പ്രവർത്തിക്കുകയാണോ, അത് ഉപയോഗപ്പെടുത്തുകയാണോ? നമുക്ക് ചിന്തിച്ച് നോക്കാം. കർത്താവ് പറയുന്നത്, നിങ്ങൾ നന്മ ചെയ്യുക, നല്ല വഴിയെ നടക്കുക. നമുക്ക് കൂട്ടായിട്ട് പോരേണ്ടത് ഇവരൊക്കെയാണ്, ഈ നന്മ പ്രവർത്തികളാണ്. നാം കുടുംബത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ ആ കുടുംബത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിച്ചുകൊണ്ട് നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. ദൈവം ഏത് മേഖലയിൽ എൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നോ ആ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയുള്ള മനുഷ്യരാകണം. ദൈവത്തോട് നിരന്തരം സമ്പാദിക്കുന്ന മനുഷ്യരാകണം. നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാനായിട്ട് സമയമില്ല, താല്പര്യമില്ല. കാത്തിരിക്കുവാൻ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് അല്പസമയം അവിടുത്തോളം സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മളെല്ലാം തിരക്ക് പിടിച്ച ഓട്ടമാണ്. എന്തിനെയൊക്കെയോ കീഴ്പ്പെടുത്തുവാനായിട്ട്, എന്തിനെയൊക്കെയോ സ്വന്തമാക്കുവാനായിട്ട് നമ്മൾ രാപകലില്ലാതെ അധ്വാനിക്കുകയാണ്. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു, സമൂഹത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. പലപ്പോഴും ഈ അധ്വാനങ്ങൾ നമുക്ക് കൂടിപ്പോവുകയാണ്. ഇതിനിടയ്ക്ക് ദൈവത്തെ ഓർക്കുവാനായിട്ട്, ദൈവത്തോട് ആലോചന ചോദിക്കുവാനായിട്ട്, ദൈവം കാണിച്ചിരുന്ന വഴിയെ നടക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ മടി കാണിക്കുന്നവരാണോ? എങ്കിൽ നമ്മുടെ ആ ജീവിതശൈലിയും തിരുത്തണമെന്നാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും അതൊന്നും നമ്മളെ നിത്യരക്ഷയ്ക്ക് ഉപകരിക്കുകയില്ല എന്നും, ആത്മാവിന് വേണ്ടി, ആത്മീയ നന്മകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് മാത്രമേ നമ്മുടെ കൂടെ പോരുകയുള്ളൂ എന്നും വചനം വ്യക്തമായിട്ട് നമ്മോട് പറയുന്നു. ഇന്ന് ഞാൻ പണത്തിൻ്റെ പിന്നാലെ പോകുന്നവനാണെങ്കിൽ ഏത് വിധേനയും പണം സമ്പാദിക്കുവാൻ, നമ്മൾ പലപ്പോഴും പത്രവാർത്തകൾ കേൾക്കുന്നുണ്ട്, സഹോദരങ്ങൾ തമ്മിൽ പോലും
പണത്തിന് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി പരസ്പരം മല്ലടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. സമൂഹത്തിൽ പദവിയും മറ്റ് നേട്ടങ്ങളും ഇല്ല എങ്കിൽ അവരോടൊന്ന് കൂട്ടുകൂടുവാനോ സംസാരിക്കുവാൻ പോലും മടി കാണിക്കുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരെയും അംഗീകരിക്കുവാൻ പറ്റാത്തൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ കൂടുതലായിട്ട് വളർന്നു വരികയാണ്. അപ്പോൾ ബന്ധങ്ങൾ ഒത്തിരി ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന, ബന്ധങ്ങൾക്ക് വിള്ളൽ വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. മക്കളും മാതാപിതാക്കൾ തമ്മിലുള്ളത് ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും സ്വാർത്ഥത കുടിയേറിയിരിക്കുന്നു, തൻപോരുമ കുടിയേറിയിരിക്കുന്നു. ഈ രീതിയിലൊക്കെ നമ്മുടെ ജീവിതക്രമങ്ങൾ മറിയുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്നു, തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കുവാനുള്ള സാധിക്കുകയില്ല. അപ്പോൾ ഈ കഥ നമ്മളെ ഓർപ്പിക്കുന്നു, നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടാക്കിയാലും അതൊന്നും നമുക്ക് ആത്യന്തികമായി നന്മയ്ക്ക് ഭവിക്കുകയില്ല, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വരികയില്ല. നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാൻ ഇന്ന് ഈ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത് എൻ്റെ ആത്മീയ നന്മയ്ക്ക് വേണ്ടിയാണോ? എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് എൻ്റെ ആത്മീയ നന്മയ്ക്ക് വേണ്ടിയാണോ? ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണോ? അതോ സമ്പാദിക്കാവുന്നിടത്തോളം സമ്പാദിച്ചു കൂട്ടി അതിൽ സന്തോഷം കണ്ടെത്തുവാനാണോ ഞാൻ ശ്രമിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഒരു നാൾ അതിനെ വിട്ടുപിരിയേണ്ടി വരുമ്പോൾ തീർച്ചയായും ഇന്നുള്ള നമുക്കുണ്ടാകുന്ന ഈ ആനന്ദത്തിൻ്റെ 10 മടങ്ങ് ദുഃഖമായിരിക്കും നമ്മളെ എതിരേൽക്കുക. എൻ്റെ മാതാപിതാക്കന്മാരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് സ്നേഹിക്കുവാനോ സേവിക്കുവാനോ പറ്റുന്നുണ്ടോ? ഈ തിരക്കിനിടയിൽ എനിക്ക് വേണ്ടപ്പെട്ടവരെ, ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കുവാനായിട്ട്, അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കുവാനായിട്ട്, അവർക്ക് വേണ്ട ജീവിത മാതൃകകൾ നൽകുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ ഈ തിരക്കിൽപ്പെട്ട് ഞാൻ ഇതെല്ലാം മറന്നുപോയി സ്വാർത്ഥനായി ഞാൻ എന്നിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ഒരു കൈ സഹായം ചോദിക്കുവാൻ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറം കാലുകൊണ്ട് അവരെ തട്ടിമാറ്റാനാണ് ശ്രമിക്കുന്നത്. ഞാൻ എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും ദുർമാതൃകകളാണോ കൊടുക്കുന്നത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവം അതല്ല നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുവാൻ, നല്ല മാതൃകകൾ കൊടുക്കുവാനായിട്ട്, നമ്മുടെ ജീവിതവും പ്രവർത്തനവും കൊണ്ട് സ്വർഗം സന്തോഷിക്കുവാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ഭയപ്പെടുത്തി ജീവിക്കുന്നവരാകരുത്, മറ്റുള്ളവരെ കൊള്ളയടിക്കുന്നവരാകരുത്. അപ്പോൾ നമ്മൾ വ്യക്തികളെ സ്നേഹിക്കുന്നത് അവരിൽ നിന്ന് എന്തെങ്കിലും നേട്ടം എനിക്കുണ്ടാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാകരുത്. ഇതൊന്നും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. ഇത്തരം മനോഭാവങ്ങളെ മാറ്റിമറിക്കുവാനാണ് തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവ് ചോദിക്കുന്നത്, ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്തു പ്രയോജനം? ഈ ആത്മാവിന് പകരമായിട്ട് നീ എന്തു കൊടുക്കും? ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഈ വാക്കിലും ചിന്തയിലും നമ്മൾ എന്ത് പ്രവർത്തി ചെയ്താലും നമ്മൾ അതിന് പ്രാമുഖ്യം കൊടുക്കേണ്ട ആത്മരക്ഷയ്ക്കായിരിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നതാണ് ഒന്നിനും വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട്. ആർക്ക് വേണ്ടി ഒരു സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. എനിക്കെല്ലാം സ്വന്തമായിരിക്കണം, എൻ്റെ ഭാഗമെല്ലാം വളരെ ക്ലിയർ ആയിരിക്കണം, മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കത് പ്രശ്നമല്ല. ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്നൊരു പ്രത്യേക മനോഭാവമാണിത്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനോഭാവം ഈ രീതിയിലാകരുത്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമെന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്, സഹോദര സ്നേഹമാണ്. ആ സ്നേഹത്തിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ആരെയൊക്കെ സ്വന്തമാണെന്ന് കരുതിയാലും, ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ വേണ്ടി ചെയ്താലും, ആത്യന്തികമായി നമ്മുടെ നന്മ പ്രവൃത്തികൾ മാത്രമേ നമുക്ക് ശാശ്വതമായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ. അതാണ് ഈ 4ാമത്തെ സുഹൃത്ത് നമ്മൾ കാണിക്കുന്നത്. നീ ചെയ്ത ചെറിയ ചെറിയ നന്മകൾ, പാവങ്ങളുടെ കണ്ണീരൊപ്പുമ്പോൾ, ആവതില്ലാത്തവരെ സഹായിക്കുമ്പോൾ, എല്ലാ മേഖലകളിലും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങായി തീരുമ്പോൾ അവിടെയാണ് സ്വർഗം സന്തോഷിക്കുന്നത്. ഈ ലോകത്തിൻ്റെ അഭിനന്ദനങ്ങളും ആർഭാടങ്ങളും ആയിരിക്കരുത് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അത് നമ്മൾ ഏത് ജീവിതാന്തസ്ഥയിൽ ജീവിക്കുന്നവരായാലും ആത്യന്തികമായ ലക്ഷ്യം
സ്വർഗത്തിൻ്റെ മഹത്വമായിരിക്കണം, ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ അവിടെയും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവ മഹത്വത്തിനുള്ളതായിരിക്കണം. ഞാൻ എന്ന ആ ചിന്ത മാറ്റിയിട്ട് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ആ ബന്ധം ഊട്ടി ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. തീരം നടപ്പെട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവൻ, നന്മ ചെയ്യുന്നവൻ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ഒരു തരത്തിലുള്ള പരാജയങ്ങൾ, കുറവുകൾ ഉണ്ടാവുകയില്ല. അതാണ് വചനം വ്യക്തമായിട്ട് പറയുന്നത്. കർത്താവിൽ ആശ്രയിക്കുവാനായിട്ട്, കർത്താവിനെ പ്രീതിപ്പെടുത്തുവാനായിട്ട്, കർത്താവിനെ സന്തോഷിപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. എല്ലാവരും ജീവിതത്തിൽ കൈവിടുന്ന ചില നിമിഷങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തികച്ചും ഒറ്റപ്പെട്ടു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. സഹായിക്കുമെന്ന് കരുതിയിരുന്നവർ പോലും നമ്മളെ കൈവിട്ടു പോകുന്ന ചില നിമിഷങ്ങളുണ്ടാവും. നമ്മുടെ സമ്പത്ത് കാലത്ത് നമ്മോടൊത്ത് ആർഭാടത്തിനും ആഘോഷത്തിനും വന്നവർ പോലും നമുക്കൊരു വീഴ്ച വന്നാൽ തീർച്ചയായും നമ്മളെ കൈവിട്ടു പോകുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ വീഴ്ചയിലും വളർച്ചയിലും നമ്മോട് കൂടെ നിൽക്കുന്നത് നമ്മുടെ തമ്പുരാനാണ്. അപ്പോൾ ആ തമ്പുരാനെയാണ് കൂടുതലായിട്ട് നമ്മൾ സ്നേഹിക്കേണ്ടത്. ആ തമ്പുരാനോടാണ് നമ്മൾ കൂടുതലായിട്ട് അടുപ്പം കാണിക്കേണ്ടത്. നമ്മുടെ ഐശ്വര്യകാലത്ത് നമ്മൾ മാറ്റി നിർത്തേണ്ടത് നമ്മുടെ തമ്പുരാനെയല്ല. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും അവിടുത്തെ ചേർത്ത് പിടിക്കുക, അവിടുത്തെ വലം കൈ ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ടായാൽ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ പ്രതികരിക്കുന്നത്? ഞാൻ ഇന്നും ജീവിക്കുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി, എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എൻ്റെ ഓരോ പ്രവർത്തനങ്ങളും എൻ്റെ നേട്ടങ്ങൾക്ക്, എൻ്റെ സന്തോഷം ഞാൻ ഈ രീതിയിലുള്ളതാണോ? അങ്ങനെയുള്ള ആ മനോഭാവം നമുക്ക് മാറ്റിയെടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വവും കടമയുമാണ്. നിരന്തരം പ്രാർത്ഥിക്കുന്നവരാകണം. പ്രാർത്ഥനയും മറ്റും നമുക്കൊരു ആചാരമാകാതെ അത് ദൈവത്തോടുള്ള ഒരു സംഭാഷണമായി തീരണം. ഒരു സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോട് സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പാപത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട്, തിന്മയിൽ നിന്നും മാറി നിന്നുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതം ഓരോ രീതിയിൽ അങ്ങനെ കൃപ നിറഞ്ഞതായി തീരുവാനായിട്ട്, ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ ജീവിതമായി തീരുവാനായിട്ട് സാധിക്കട്ടെ. നിരന്തരം പ്രാർത്ഥിക്കുന്നവരും നിരന്തരം ദൈവോന്മുഖരായി ജീവിക്കുന്നവരുമായി തീരുവാൻ. ലോകത്തിൽ ആരൊക്കെ നമ്മളെ കൈവിട്ടാലും, ജീവിതത്തിൽ ഏത് സാഹചര്യം, ഏത് വീഴ്ചയുടെ നിമിഷങ്ങളിലും തമ്പുരാൻ നമ്മുടെ കൂടെ വരും. നമ്മൾ വചനം വ്യക്തമായിട്ട് പറയും, നമ്മൾ സമ്പാദിച്ച് കൂട്ടുന്ന ഭൗതിക സമ്പത്തല്ല നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. നമ്മൾ ഈ ലോകത്തിൽ ചെയ്തു കൂട്ടുന്ന നന്മ പ്രവൃത്തികളാണ്. അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അറിഞ്ഞോ അറിയാതെ ആയിക്കോട്ടെ, ഇതെല്ലാം ദൈവം കണക്ക് വയ്ക്കും. ഇതിനെല്ലാം ദൈവം നമുക്ക് പ്രതിഫലം തരും. അപ്പം കഴിവതും നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നന്മയുടെ മനുഷ്യരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ജീവിതം ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിലും നമ്മളെ കൈപിടിച്ച് നടത്തുവാൻ, നമ്മുടെ കൂടെ നിൽക്കുവാൻ ഈ നന്മ പ്രവർത്തികൾ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കാരുണ്യവാനായ കർത്താവേ, നന്മ ചെയ്യുവാനായിട്ടും നന്മയിൽ വളരുവാനുമായിട്ടാണല്ലോ അങ്ങ് ഞങ്ങളെ സൃഷ്ടിക്കുകയും അങ്ങയുടെ സ്വന്തമാക്കുകയും ചെയ്തത്. ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും, ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും എല്ലാം ദൈവോന്മുഖമായിരിക്കുവാനും പ്രത്യേകമായി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ദൈവത്തെ അന്വേഷിക്കുന്നവരായി തീരുവാനായിട്ട്, നന്മ പ്രവർത്തികളാൽ സമ്പന്നരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.